അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ ലഞ്ചിന് എന്തായാലും ഒരു ഐറ്റം ഉണ്ടാക്കുവാണ് പച്ചക്കറി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒത്തിരി പേർക്ക് അറിയാവുന്ന ഡിഷ് തന്നെയാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ക്യാരറ്റും ക്യാബേജും കൂടെ തോരൻ വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് കറിവേപ്പില, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചെറുള്ളി ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ആ ഉള്ളിയും നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പച്ചക്കറി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു അല്പം മാത്രം ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിലർ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടൊക്കെ ചേർക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ വെറുതെ തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആദ്യം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ക്യാബേജ് ഇട്ട് കൊടുത്താലും മതി. ക്യാബേജൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഞാൻ രണ്ടും കൂടി ഇട്ട് കൊടുത്തതാണ്. ഉപ്പൊന്ന് നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരല്പം മാത്രം വെള്ളം, കുറച്ച് വെള്ളം മാത്രം മതി. കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മാത്രം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ മതിയാകും. അത് നമ്മൾ കാര്യം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ കുട്ടികൾക്കും കൂടെ കൊടുക്കാനായതുകൊണ്ട് ഇത് പച്ചമുളക് വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി അതേപോലെ കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു 4 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വേവിക്കുക. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് വെന്തോന്നൊന്ന് നോക്കിയേക്കും. അപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇളക്കിയിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ക്യാരറ്റും ക്യാബേജും എല്ലാം വെന്തോന്നൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് വരെ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്.
ഇത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇട്ടത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ അതിൻ്റെ തൊട്ടൊക്കെ കളഞ്ഞെടുക്കാൻ മടിയുള്ളവർ സവാള എടുത്താലും മതി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. മതി, നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ക്യാബേജും ബീറ്റ്റൂട്ട് തോരനും അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മടി കാണിക്കാതെ ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പച്ചക്കറി മാത്രം പോരല്ലോ, മീനിൻ്റെ ഫ്രൈയും കൂടെ ഇവിടെ നിർബന്ധമാണ് ഉച്ചയൂണിന്. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള വരാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ ഓയിൽ വെളിച്ചെണ്ണയും കൂടെ ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് വെച്ചിരുന്നതാണ്. ഇനി അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉച്ചത്തെ അടിപൊളിയായിട്ടുള്ള ഫ്രൈയും തോരനും ഒക്കെ റെഡിയായി. അപ്പോൾ ഇതുപോലെ ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. വെറുതെ പച്ചവെള്ളത്തിൽ ഇങ്ങനെ എടുക്കുന്നേക്കാളും ഒരു ചെറിയ കറിവേപ്പിൻ്റെ ചെറിയ ഒരെണ്ണം എടുത്ത് അതുകൂടെ ഇതിലേക്ക് കൊടുക്കാം. കറിവേപ്പിലൊക്കെ എത്ര ഇട്ടാലും നല്ലതാണ്. 2 തണ്ടിന് ഇട്ടിട്ടുണ്ട്. ഞാൻ അതവിടെ ഇരുന്ന് അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാവേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ അരച്ചിട്ട് അത് ചേർക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറൊക്കെ അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.